കാന്താരി മുതൽ പേര് കേട്ടാൽ തന്നെ ഒന്ന് കരുതലോടെ നിൽക്കേണ്ട കരണം പൊട്ടി വരെ ഒരേ വേദിയിൽ നിരന്നാൽ എങ്ങനെയിരിക്കും? എരിവിന്റെ രാജാക്കന്മാർ അണിനിരന്ന അപൂർവ മേളയാണ് ഇടുക്കി പനംകുട്ടിയിൽ കൗതുകമാകുന്നത്. മുളകുകളുടെ നിറവും രൂപവും മാത്രമല്ല, ഒരു കാർഷിക സംസ്കാരത്തിന്റെ കഥയും പറയുകയാണ് ഈ മുളക് ഫെസ്റ്റ്. എരിവിന് ഇത്രയും നിറങ്ങളുണ്ടോ? മുളകിന് ഇത്രയും മുഖങ്ങളുണ്ടോ? കണ്ടാൽ കൗതുകവും തൊട്ടാൽ എരിവും സമ്മാനിക്കുന്ന അപൂർവ കാഴ്ചയാണ് പനംകുട്ടി സെന്റ് ജോസഫ് പള്ളിയിൽ ഒരുക്കിയ മുളക് ഫെസ്റ്റ്. കാന്താരി മുതൽ പേരുകേട്ടാൽ തന്നെ ഞെട്ടിക്കുന്ന കരണംപൊട്ടി വരെ 180ഓളം വ്യത്യസ്ത ഇനം മുളകുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. ചുവപ്പും മഞ്ഞയും ഓറഞ്ചും പർപ്പിളും കറുപ്പും വരെ നിറങ്ങളിലുള്ള മുളകുകൾ കാണാൻ നിരവധി പേരാണ് എത്തിയത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധാരണ മുളകുകൾ മാത്രമല്ല, അലങ്കാര മുളകുകൾ, വിവിധയിനം ക്യാപ്സിക്കകൾ, വലിപ്പമേറിയ ബജ്ജി മുളകുകൾ, അപൂർവ വിദേശീയനങ്ങൾ തുടങ്ങി വൈവിധ്യത്തിന്റെ വലിയൊരു ലോകം തന്നെയാണ് മേളയിൽ ഒരുക്കിയത്. ഓരോ മുളകിനത്തിന്റെയും പ്രത്യേകതകളും ഉത്ഭവവും പ്രദർശനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കാഴ്ചയുടെ കൗതുകവും മാത്രമല്ല ഈ മേളയുടെ ലക്ഷ്യം, ഹൈറേഞ്ചിന്റെ കുടിയേറ്റ ചരിത്രത്തോടൊപ്പം വളർന്ന പരമ്പരാഗത മുളകിനങ്ങളെയും തനത് വിത്തുകളെയും സംരക്ഷിക്കുകയെന്ന വലിയ സന്ദേശവും ഇതിന് പിന്നിലുണ്ട്. ഔഷധ ഗുണമുള്ള കാന്താരി ഉൾപ്പെടെയുള്ള നാട്ടിൻപുറത്തിനങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറണമെന്നാണ് സംഘാടകരുടെ ആഗ്രഹം. ജനപങ്കാളിത്തത്തോടെ വൻ വിജയം. വിവിധയിനം മുളകുകളെ അടുത്തറിയാനും അവയുടെ കൃഷിരീതികൾ മനസ്സിലാക്കാനും നൂറുകണക്കിന് ആളുകളാണ് പനംകുട്ടി പള്ളിയിലേക്ക് എത്തിയത്. കാർഷിക രംഗത്തേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാനും ജൈവ കൃഷിയുടെ പ്രാധാന്യം വിളിച്ചോതാനും ഈ ഫെസ്റ്റിന് സാധിച്ചു. എരിവിന്റെ വൈവിധ്യം മാത്രമല്ല, ഒത്തൊരുമയുടെയും കാർഷിക പൈതൃകത്തിന്റെയും നല്ലൊരു സന്ദേശം കൂടിയാണ് പനംകുട്ടി ഇടവകയും നാട്ടുകാരും ഈ മേളയിലൂടെ പങ്കുവച്ചത്. പനംകുട്ടി സെന്റ് ജോസഫ് പള്ളി ഇടവക വികാരി ഫാദർ ജോസഫ് പോവത്തിൽ, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ടോമി അഗസ്റ്റിൻ, കൈക്കാരന്മാരായ സിബി പെരുമാറ്റം, ജോൺസൺ വലിയ വീട്ടിൽ, ബ്രദർ ലിയോ പെരുമാറ്റത്തിൽ, സിസ്റ്റർ വിമൽ, സിസ്റ്റർ ജൂലി മാത്യു, സോണി ടോമി, ഡെൽമി എന്നിവർ നേതൃത്വം നൽകി. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.